കുട്ടി ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റൈസ് കുതിർത്തിയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന അരിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും തന്നെ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഏതാണോ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 ഏലക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കിസ്മിസും കാഷ്നട്ടും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഇങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി, കളറ് മാറി പോകരുത്. ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട. ബ്രൗൺ കളറൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിന് നല്ല വൈറ്റ് കളർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സാവധാനം ഒന്ന് ഇളക്കിയിട്ട് ആ നെയ്യ് എല്ലാ അരിയും ഒന്ന് ആക്കിയെടുക്കുക. ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ആ നെയ്യൊക്കെ അരിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അളന്ന് നിങ്ങൾ ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 1 കപ്പ് റൈസായിരുന്നു കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മൊത്തം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അരി വേവുന്നവരൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങളൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി വെന്ത് കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തു. അതേപോലെ തന്നെ മൂടി വെക്കുമ്പോൾ എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർ അധികം ചേർക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യും കാഷ്നട്ടും കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൈസ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒഴിച്ച നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് ആ റൈസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മൂടി മാറ്റാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അടിയിൽ പോയിട്ടുണ്ട്. നമ്മുടെ ആ റൈസിനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി സെർവ് ചെയ്യുമ്പോൾ റൈസ് എടുത്തിട്ട് കുറച്ചും കൂടി നമ്മുടെ സവോളയും കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ടിട്ട് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ കുറച്ച് സമയം മതി, വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. എന്തെങ്കിലും ചെറിയൊരു കോമ്പിനേഷൻസ് കൂടെ മതി, എന്തെങ്കിലും സാലഡോ അച്ചാറോ ചെറിയ എന്തെങ്കിലും നോൺ വെജിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. വളരെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.